സുഹൃത്തുക്കളെ, ഈ ഒരു ബഹളം കേട്ടോ. ഈ ഒരു ബഹളത്തിനൊക്കെ അപ്പുറത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വേറൊരു ബഹളം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്ഥലത്തുണ്ടായത്. അത് നിങ്ങൾ കാണേണ്ട ബഹളം തന്നെയാണ് എന്നുള്ളതാണ്. ഒരല്പം നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ തെറ്റായ സംഗതിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല. മഫ്റ്റിയിലുള്ള ഒരു പോലീസുകാരനെ അടിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു വാർത്ത നമ്മുടെ നാട്ടിലേക്ക് പൊതുവെ വന്നത് SFIക്കാർ ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ്. പക്ഷേ ഈ തല്ലിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ നമ്മുടെ ആ ഒരു ന്യൂ ഇയർ സമയത്താണ് ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസുകാരൻ അകാരണമായിട്ട് ഒരൊറ്റ അടി കൊടുത്തത്. തൻ്റെ കയ്യിലുള്ള ആ ഒരു വടി കൊണ്ടാണ് അടിക്കുന്നത്. നമുക്ക് ആ വടിയുടെ കനവും മറ്റൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നേ ഉള്ളൂ. പോലീസുകാരെ കണ്ടുള്ള ആളുകൾക്ക് പോലീസുകാരെ കയ്യിലുള്ള ആ വടിയെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരൊറ്റ അടിക്ക് ആ ചെറുപ്പക്കാരൻ നിലത്ത് വീണുപോയി എന്നുള്ളതാണ്. ആ ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഒരൊറ്റ കിടപ്പിലേക്ക് കാരണമാവുന്ന അടിയാണ് അന്ന് ആ ഒരു പോലീസുകാരൻ കൊടുത്തത്. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പോലീസുകാരനെ കൃത്യമായിട്ടും ഒരു മാളിൽ വെച്ചിട്ട് അന്ന് അടി കിട്ടിയ ആ ഒരു ചെറുപ്പക്കാര് കണ്ടുമുട്ടിയത്. കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാര നടപടി എന്ന് പറയേണ്ടി വരും. 2 തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷിക്കുന്നത്. ഒന്ന്, നന്നായി പോയി, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. കൃത്യമായിട്ടും ഉള്ളത് തന്നെയാണ്. നോക്കിയേ, സംഗതി ഒരാൾ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ന്യൂ ഇയർ ദിവസം ശംഖുമുഖത്ത് കുറച്ച് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ പ്രോഗ്രാം വെച്ചിരുന്നു. അന്നവിടെ പ്രോഗ്രാം സമയപരിധി കഴിഞ്ഞിട്ട് തുടർന്നു എന്ന പേരിൽ ഈ ചെറുപ്പക്കാരനും പോലീസും തമ്മിൽ വാക്കറ്റ് ഉണ്ടാവുകയും അതിലൊരു പോലീസുകാരൻ ഈ ചെറുപ്പക്കാരനെ തല്ലുകയും ചെയ്തിരുന്നു എന്നർത്ഥം. അതിന് തൊട്ട് താഴ്ത്തു നോക്കൂ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. നന്നായി കാക്കി, ഇപ്പോൾ ഞാൻ പുലിയായിരുന്നു, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പണി ഞാൻ കരുതിയില്ല. കാക്കിക്കുള്ളിലെ കാക്കി ട്രൗസർ ഇവന് SFIയെ കാണുമ്പോഴോ ഒരു ചൊറിച്ചിലായിരുന്നു. ഇന്ന് പിള്ളേർ തീർത്തു കൊടുത്തു. സുഹൃത്തുക്കളെ, ഇതിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കമന്റ് പോലും ആ ഒരു പോലീസുകാരനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. യൂണിഫോം ഊരിയാൽ കയ്യിൽ കിട്ടുമെന്ന് മനസ്സിലായില്ലേ എന്ന്. കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു, കാക്കി ഇടുമ്പോൾ അവനൊക്കെ തള്ളു കൂടുതലാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരാൾ പോലും ഇവനെ, അതായത് ഈ ഒരു പോലീസുകാരനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഞാനിത് പോലീസുകാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ആ ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നല്ല. കാക്കി ഇടുമ്പോൾ ചില തളപ്പ് കാണിക്കുന്ന പോലീസുകാർ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് SI ഉണ്ടായിരിക്കും, പക്ഷെ SIയേക്കാൾ കൂടുതൽ തളപ്പ് കാണിക്കുക പലപ്പോഴും ഈ ഒരു റാങ്കിലേക്കൊന്നും എത്താത്ത പോലീസുകാരായിരിക്കും. അവർക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാവരും അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന എല്ലാവരും പ്രശ്നക്കാരാണ്. താടി വെച്ചന്മാരെല്ലാം ഇവർക്ക് കഞ്ചാവാണ്. താടി മുടി നീട്ടുവത്തിന് പിന്നെ അവൻ MDMA ആണ്. ഇനി എങ്ങാനും കണ്ണൊന്ന് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ വേറെ എന്തൊക്കെയോ സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നൊരു കൺസെപ്റ്റിൽ മാത്രം പെരുമാറുന്ന പോലീസ് വേഷമിട്ട് കഴിഞ്ഞാൽ സിവിലിയൻസ് എല്ലാം എന്തോ പ്രശ്നക്കാരാണ്, ഞങ്ങൾ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നവരാണ് എന്ന ചിന്താഗതിയിലേക്ക് മാത്രം ഇറങ്ങുന്ന ഒരു ഒരു വളരെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ വളരെയധികം ലാഘവത്തോട് കൂടിയിട്ട് ഒരു സമരസപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു ഏർപ്പാടുകളോ മാന്യമായിട്ടുള്ള വർത്തമാനങ്ങളോ പോലീസുകാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ്. നോക്കൂ, എടാ എന്നോ പോടാ എന്നോ പോടമൈ എന്നുള്ള സംഗതി കൂട്ടിപിടിച്ചുകൊണ്ടോ മാത്രമാണ് ഇവര് അഭിസംബോധന ചെയ്യുക. അതല്ലാത്ത രീതിയിൽ പൊതുജനത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് പോലീസ് സേന ഇപ്പോഴും വളർന്നിട്ടില്ല. അങ്ങനെ വളരണം നമുക്കുള്ള മുഖ്യമന്ത്രിയുടെ വർത്തമാനം ഉണ്ട് എന്നല്ലാതെ ഇത്തരം വളർച്ചകളൊന്നും നമുക്ക് കാണാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെയായാലും ഇപ്പൊ സംഭവിച്ച ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അടി കിട്ടിയ ചെറുപ്പക്കാർ, ആ അടി നിങ്ങൾക്കൊന്ന് കാണണ്ടേ, അതൊരു 1.5 അടിയായിരുന്നു. കണ്ടില്ലേ, ഒറ്റ അടിക്കാവാൻ ചെറുപ്പക്കാരെ വീഴുന്നുണ്ടോ?
നീ ഇത് കണ്ടോളേ? നിനക്ക് ആളിനെ മനസ്സിലായില്ല കേട്ടാ? നീ കാണേ കേട്ടാ? പോലീസ് പോലീസ് ഇതാണ് പോലീസ് അല്ലേ? ഇതാണ് പോലീസ് അല്ലേ? എങ്ങനെയുണ്ട്? ആ ഒരു അലറി കരയുന്നത് ഒരു അമ്മയാണ്. ആ ഒരു അലറി കരഞ്ഞുകൊണ്ട് ആ ഒരു പോലീസുകാരന് പിന്നാലെ പോകുന്നത് സ്വന്തം മകനെ അടിച്ചിടുന്നത് കണ്ട ഒരു അമ്മയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ യൂണിഫോം തന്നിട്ടുള്ളത്? നീ ഒരു പോലീസുകാരനാണല്ലേ, ഇതാണല്ലോ പോലീസ്, നോൺസെൻസ്, ഇതിനൊക്കെ കൂടി നിനക്ക് കാണിച്ചു തരാം എന്ന് തന്നെ പറയുന്നത് ഒരമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ എല്ലാം കുട്ടികളൊക്കെ ഇങ്ങനെ അകാരണമായിട്ട് ഒരു പോലീസുകാരൻ്റെ അടി കിട്ടി വീഴുന്നു കണ്ടാൽ നമ്മളൊക്കെ നെഞ്ചു തള്ളുന്ന കാര്യത്തിലൊരു സംശയമില്ല. ഇവിടെ നടക്കുന്നത് നിയമപരമായിട്ട് കഴിഞ്ഞാൽ മഫ്റ്റിയിലുള്ള പോലീസുകാരനെ അടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഫ്റ്റിയിലുള്ളത് മാത്രമല്ല ആരെയും അടിക്കാൻ പറ്റില്ല എന്നതാണ്. ഇനിയിപ്പോൾ മഫ്റ്റിയുള്ള പോലീസുകാരനെ അടിച്ചു കഴിഞ്ഞാൽ അത് IPC 332, 353 എന്നീ വകുപ്പുകൾ പ്രകാരമൊക്കെ കൃത്യമായിട്ടും അകത്ത് കിടക്കേണ്ടി വരുന്ന ഒരു സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മഫ്റ്റിയിലുള്ളതായാലും മഫ്റ്റിയിലില്ലാത്തതായാലും. ഇനി ആളുകൾക്ക് മുന്നോട്ട് വയ്ക്കല ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു അടി അവിടെ നടത്തിയത് നിയമപരമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടിയാണ് അവൻ ചെയ്തതെന്നാണ്. എന്ത് തേങ്ങട മൂട്ടിത്തെ ഡ്യൂട്ടിയാണെങ്കിലും തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആളുകളെ എങ്ങനെ അടിക്കണം എന്നുള്ള രീതിയിൽ ഒരൊറ്റ അടിക്ക് തൊട്ടു മുമ്പുള്ള ഒരു മനുഷ്യന് ആ നിലത്ത് അങ്ങനെ വീണു പോയിട്ടുണ്ടെങ്കിൽ എവിടേക്കായിരിക്കും അടിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊന്ന് മനസ്സിലാക്കുക. ആ അടി അങ്ങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നൊക്കെ കൈ കഴുകിയിട്ട് അവിടെ നിൽക്കാൻ സാധിക്കും. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് അവിടെ ഇല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ അവിടെ സമാധാനപരമായിട്ട് പിരിഞ്ഞു പോകാനും മറ്റൊക്കെ പറയുകയും അല്ലെങ്കിൽ ഒന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ആ വടി കൊണ്ട് ഇത്രയും ഭീകരമായിട്ടുള്ള മർദ്ദനമുറ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു പണിയുമെന്ന് തന്നെ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ടും ആ അമ്മ പറയുന്നുണ്ട്. ആ അമ്മ ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് 1-2 മാസം കഴിഞ്ഞിട്ടോ ആ പോലീസുകാരെ അവർ കൃത്യമായിട്ട് നോട്ടമിട്ടിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് മനസ്സിലായതാണ്. കൃത്യമായിട്ടും ആ വീട്ടുകാര് അല്ലെങ്കിൽ ആ ആളുകൾ, ആ അടി കിട്ടിയ എൻ്റെ കൂട്ടുകാര് ആ ഒരു പോലീസുകാരനെ കൃത്യമായിട്ട് നോട്ടമിട്ടുണ്ട്. അവൻ എപ്പോഴാണ് മഫ്റ്റിയിൽ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ കുടുംബമായിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങുക, അപ്പോൾ കൊടുക്കണമെന്നുള്ളതാണ് അവർ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതേപോലെ കുടുംബമായിട്ട് ഒരു ന്യൂ ഇയർ ആഘോഷത്തിൽ ഇറങ്ങിയ ആ ഒരു നിമിഷമാണ് ആ അമ്മയുടെ വീട്ടിൽ വെച്ചിട്ട്, വീട്ടുകാരെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ അടി കിട്ടിയിട്ട് നിലത്ത് വീഴേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരന്. അങ്ങനെയാണെങ്കിൽ ആ അടി കൊടുത്ത ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പോലീസുകാരൻ ഇതേപോലെ തന്നെ കുടുംബമായിട്ട് സന്തോഷിക്കാൻ ഇറങ്ങുന്ന നിമിഷം തന്നെ അടി കൊള്ളണമെന്ന് ആ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് SFI ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പ്രതികാര നടപടിയാണ്. ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ ഭാഗമാണ്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്, അത് അകാരണമായിട്ടുള്ള കിട്ടിയിട്ടുള്ള അടിയാണ്. ഇതിനെ നിയമപരമായിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു അതിസാധാരണ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മനസ്ഥിതിയാണ് നമ്മളവിടെ കണ്ടത്. ഇത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഇത് ശരിയല്ല. തന്നെ നമ്മൾ ആരെങ്കിലൊക്കെ ഒരു പോലീസുകാർ അകാരണമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥന് പരാതി കൊടുത്ത് നിയമപരമായിട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുക. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ പോലീസ് ബിജുവിലെ ആ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇത്തരമൊരു നിമിഷങ്ങളിൽ സാധാരണക്കാരനായ ചെറുപ്പക്കാര് ആർക്കായാലും തിരിച്ചൊന്ന് കൊടുക്കുക എന്നായിരിക്കും ആഗ്രഹിക്കുക. അതാണ് ഇവിടെ നടന്നത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങൾക്കോ? ബൈ.